ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജിഞ്ചർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനായി 300 ചിക്കൻ കഴുകി വൃത്തിയാക്കി 1.25 ചിക്കൻ കാണും. 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു 4 മീഡിയം സവാള അരിഞ്ഞത്, ഒരു 2 പഴുത്ത തക്കാളി, ഇത് നമുക്ക് പേസ്റ്റാക്കി മാറ്റണം. പിന്നെ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നല്ല പേസ്റ്റായി അരച്ച് വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാനായി കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, പിന്നെ സോസുകൾ: ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ്, സോയാ സോസ്. നമ്മൾ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യുന്നത്. ഈ കറിക്ക് വെളിച്ചെണ്ണ ആവശ്യമില്ല. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇത് ചിക്കൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും കോൺഫ്ലവർ ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഏകദേശം 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഈ സോയാ സോസിലൊക്കെ നല്ല ഉപ്പിൻ്റെ രുചിയുണ്ട്. അത് കാരണം നമുക്ക് ഉപ്പ് 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് 1/2 തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റാം. രാത്രി മസാല കട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. മസാല ഒരുപാട് പിടിക്കും. മാരിനേറ്റ് ചെയ്ത സമയം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലാസ്റ്റാണ് ചേർക്കുന്നത്. പകുതി ചേർക്കണം, ബാക്കി നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കാം. അതും കൂടെ ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അതിനായി ഒരു പാത്രം വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിലൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോ പീസായി പെറുക്കിയിടാം. നമുക്ക് 2 തവണയായിട്ട് ഫ്രൈ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്നും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം ഓരോന്നായി. എല്ലാ സൈഡും തിരിച്ചിട്ടു. ഇനി ഇതും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ചിക്കൻ എല്ലാം ഒരു ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക്
കോരി മാറ്റാം. എല്ലാ ഓയിൽ കളഞ്ഞ് നമുക്കൊരു പാത്രം കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം. ഇതും കൂടെ ഇടാം. ഫ്രൈ ആവട്ടെ. സൈഡ് നമുക്ക് വീണ്ടും തിരിച്ചിടാം. എല്ലാവരും ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ടൊമാറ്റോ എല്ലാം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. രണ്ടാമത് ഇട്ട ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്, ഒരു 1/4 ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതും കോരി മാറ്റാം. എല്ലാ ചിക്കനും കോരി മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ഇടാം. വീണ്ടും നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ അതിൽ നിന്ന് കുറച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഓയിലിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കും. ഉള്ളി ചെറുതായെന്ന് വെള്ളുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കാം. ഇത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതോടൊപ്പം ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റാം. ഇത് വഴണ്ട ശേഷം ഇത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഉള്ളിയെല്ലാം നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ബാക്കി വന്ന ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണ കുറച്ചൊഴിക്കാം. ചൂടാകുമ്പോൾ മിക്സിയിൽ അടിച്ച ഉള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വഴലുമ്പോൾ ഉള്ളി പേസ്റ്റ് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം.
1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ഈ സോസ് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ ചേർത്തതാണ്, പിന്നെ നോക്കിയ ശേഷം ചേർത്ത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് എല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഓൾറെഡി ഈ ചിക്കൻ മുക്കാൽ വേവായതാണ്. ഇതിൽ ഇഞ്ചിയുടെ ഫ്ലേവറാണ് കൂടുതൽ. ചിക്കനൊക്കെ ചേർത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമേ ഒഴിക്കാറ്. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇളക്കിയ ശേഷം ചിക്കനൊക്കെ മുക്കാലോളം ഫ്രൈ ആയതാണ്. ഇനി കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവണം, കുറച്ചുകൂടെ ഒന്ന് വേകണം. അതിനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇഞ്ചിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഫ്ലേവർ ഇഞ്ചിയുടെ ഫ്ലേവർ ആയിരിക്കും. എല്ലാം കറക്റ്റാണ്. ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇത് ചോറിൻ്റെയും ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം കുറച്ച്.